അപ്പോൾ ഇങ്ങനെ നമുക്ക് വിശേഷം പാർട്ട് 2 കണ്ടാലോ. സോ വന്ന ഉടനെ നമ്മൾ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കയറി ഫുഡ് തട്ടി. സോ നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായതുകൊണ്ട് കംപ്ലീറ്റ്ലി അവിടെ നിന്നുള്ള ഫുഡാണ്. ആക്ച്വലി മാമി എനിക്ക് വേണ്ടിയിട്ട് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ കാത്തിരിക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ. നല്ല നാടൻ ഫുഡ്. പക്ഷേ എനിക്ക് എത്താൻ പറ്റിയില്ല, ഞങ്ങൾ കുറച്ച് ലേറ്റായി. പിന്നെ വന്നപ്പോഴേക്കും ഉച്ചക്കത്തെ ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു, ടി വിയിൽ ഇങ്ങനെ ഓരോ മൂവിയൊക്കെ കണ്ട് വെറുതെ സംസാരിച്ചിരുന്നിട്ടാ. മൂവിയോടെ വെറുതെ ബാക്കിലെടുത്തതേ ഉള്ളൂ, നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിരുന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീത്തോട്ട് നമുക്ക് പുറത്ത് പോകാമെന്ന്. കുറേ ആയി ഞാൻ ഇവരെ കണ്ടിട്ട്, ഏകദേശം ഒരു 4 to 5 months ശേഷമാണ് ഞാൻ ഇവരെ കാണുന്നത്. ഇവർ കുറച്ചായി ഇങ്ങോട്ടേക്ക് മൂവ് ആയിട്ട്. അപ്പോൾ പിന്നെ വേഗം നമ്മൾ റെഡിയായി ഇറങ്ങി ജബൽ ലഫീത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടി കയറി പാട്ടിട്ടപ്പോൾ തന്നെ ഇയാൾ ഡാൻസ് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവക്കിൻ്റെ ഓർമ്മ ഒന്നും ഉണ്ടാവില്ല, അടുത്ത് വരുമൊന്നുമില്ല. പക്ഷേ ആൾ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളൊരു 1 hour ജേണി ഒന്നും ഇല്ല കേട്ടോ, ഏകദേശം 40 minutes അങ്ങനെ എന്തോ ഉള്ളൂ നമുക്ക് റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. സോ നമ്മൾ അവിടെ ചെന്നു, കുറച്ച് ടൈം കുട്ടികളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത് ആരാന്നുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വരുന്നുണ്ട്, ലൈക്ക് ഇവരാരാണ്, ഈ ഫാമിലി ആരാണെന്നുള്ളത്. അതിനെ എൻ്റെ മൂത്താപ്പാൻ്റെ മോളല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ കണ്ട്. ആക്ച്വലി എനിക്ക് മൂത്താപ്പില്ല, എനിക്ക് ഉപ്പൻ്റെ ബ്രദർ, യങ് ബ്രദറാണുള്ളത്. സോ അവരുടെ കുട്ടികളാണ് ഇവർ എല്ലാവരും, ലൈക്ക് എൻ്റെ ഉപ്പൻ്റെ അനിയൻ്റെ ഫാമിലിയാണ് ഇവർ. ജബൽ ലഫീത്തിൽ നിന്ന് വരുന്ന വഴി ഇവിടെ ഇങ്ങനെ മറ്റേ നമ്മളെ ഫിഷുള്ളൊരു ചെറിയൊരു പോണ്ട് സെറ്റപ്പ് ഉണ്ട്, നമുക്ക് ഫീഡൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷെ അവിടെ കംപ്ലീറ്റ്ലി എന്താ പറയുക, വെള്ളമൊക്കെ താഴോട്ട് പോയി ആ സ്ഥലം തന്നെ ആകെ ഇങ്ങനെ ഒരു വൃത്തിയില്ലാണ്ടായിട്ടൊക്കെ ഇടുന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ വരുന്ന വഴിയിൽ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഏതൊരു ഷോപ്പിൽ നിന്ന് ഒരു സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇയാളെ ഞാനിങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നതിനനുസരിച്ച് അവൾ ചിരിച്ചുകൊണ്ട് കേട്ടെ. അങ്ങനെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്നാക്ക് ചെയ്തിട്ട് പിന്നെ അടുത്തുള്ളൊരു മോളിലോട്ട് പോയി ചെറിയൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ പോയത് ഷോപ്പിലോട്ടാണ്. എന്നോട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഷോപ്പിലെ ഫുഡ് മതി, കാരണം കുറേ ആയി ഇവിടുന്ന് കഴിച്ചിട്ട്. സോ നമ്മളൊരു സലാഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്ക് സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുത്തെ ഫുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷവർമ കഴിക്കാനുള്ള ക്രേവിങ്സിലാണ് ഓടി വന്നത്. ഞാൻ കുഞ്ഞിലേ കഴിച്ചത് എന്തോ ആണ്, കുഞ്ഞിലേ ഒരു 7th standard 6th standard പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ തെറ്റിച്ച് കളഞ്ഞു. ഫലാഫിൽ റോൾ അതങ്ങ് ഏറ്റെടുത്തു. ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഞാൻ 2-3 പാർസൽ വരെ എടുത്തിട്ടുണ്ടായിരുന്നു, ടു ബി ഹോണസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഷോപ്പിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദാന റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഓൾഡ് ലുലുവിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. അങ്ങനെ അവിടുന്ന് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടോ. കുറേ നാൾക്ക് ശേഷം കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്ത് പറയേണ്ടല്ലോ, ഇഫ് യു ഗൈസ് ആർ അറൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഫലാഫിൽ റോൾ ട്രൈ ഔട്ട് ചെയ്യുക. നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ തന്നെ ഷോപ്പായതുകൊണ്ട് പൊക്കി പറയാം അങ്ങനെയൊന്നുമല്ല കേട്ടോ, അടിപൊളിയാണ്. അതുപോലെ അല്ലയിലാണോ താമസം, നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ അല്ലയിലല്ല, ഞാൻ വന്നു പോയതാണ്. അപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് ഇൻഷാല്ല എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ ഫലാഫിൽ റോൾ കണ്ടാൽ ഞാൻ പാർസൽ എടുപ്പിക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ നമ്മൾ ബസ് എടുത്ത് തിരിച്ച് റൂമിലോട്ട് പോയി. സോ സീൻ ദ നെക്സ്റ്റ് വീഡിയോ.